Watch India's largest kids library only on Jio Hotstar. Download the app now. വരൂ വൈറസ് സാർ, കണ്ടു കുറെ നാളായല്ലോ. ഞാൻ വളരെ സുഖമായിരിക്കുന്നു ജോ. ദേ കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മാഗ്നറ്റിക് ബോൾ ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് അതിന്റെ റിമോട്ട്. ഇതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ സാധനം ഈ റിമോട്ട് പ്രസ് ചെയ്തതിനു ശേഷം ഈ ബോളിന്റെ പുറകെ തന്നെ അതും കൂടെ തന്നെ അങ്ങ് പോരുന്നേ. അത് മാത്രമല്ല, ഈ ബോൾ നീ ആരുടെ പുറകിലാണോ അയക്കാൻ തീരുമാനിക്കുന്നേ അവരുടെ പിന്നാൽ ഇത് പോയിക്കൊണ്ടേയിരിക്കും. ജോൺ, ഇതിന്റെ വില വെറും 5 കോടി രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ജോൺ, ഒരു കാര്യം, നീ എപ്പോഴും എനിക്ക് കാശ് തരാതെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം പൈസ മേടിക്കാതെ ഞാൻ സാധനം തരത്തേ ഇല്ല. വേഗം പണം എടുത്തോണ്ട് വരൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തീർച്ചയായിട്ടും കിട്ടും. നമ്പർ 1, നമ്പർ 2, വേഗം പോയി വൈറസ് സാറിന് പൈസ കൊണ്ടുവാ. അതുവരെ ഞാൻ ഈ ബോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ജോൺ, നീ എന്താ ചെയ്യുന്നത്? നീ എന്തിനാണ് ബോൾ എന്റെ പുറകെ അയക്കാൻ തീരുമാനിക്കുന്നത്? വേണ്ട വേണ്ട ജോൺ. സാർ, ബോൾ വാങ്ങുന്നതിന് മുന്നേ ഒരു തവണ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് എന്തിനും നല്ലതല്ലേ? ഞാൻ നിങ്ങളുടെ മേലെ സ്റ്റോൺ ബട്ടൺ അമർത്താൻ പോവുകയാണ്. അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജോൺ, ജോൺ, ഇത് ചീറ്റിംഗ് ആണ്. നിനക്ക് എന്താ നല്ല ബുദ്ധി തോന്നാത്തത്? നീ എപ്പോഴും എന്നോട് ഇങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോൺ, ജോൺ, നീ ചെയ്യുന്നത് ശരിയല്ല. ജോൺ, രക്ഷിക്കണേ. വേണ്ട. ഇപ്പോഴാണ് കളി പൊടിക്കാൻ പോകുന്നത്. ഇതിനെ ഞാൻ മോട്ടു പത്ലുവിന്റെ മേലെ പ്രയോഗിക്കാൻ പോവുകയാണ്. അതിനുശേഷം അവന്മാർ ഇവിടം വിട്ട് ഓടും നോക്കിക്കോ. അതിനുശേഷം ഇവിടെ എനിക്ക് ശത്രുക്കൾ ആരും ഉണ്ടാകില്ല. ബോസ്, അടിപൊളി. എന്ത് നല്ലൊരു കവിതയായിരുന്നു അത്. മോട്ടു പത്ലു, നിങ്ങൾ ഇപ്പോൾ ഈ ഫുട്ഫുറി നഗറിന് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായി കഴിഞ്ഞു. നീ എന്താ പറഞ്ഞു വരുന്ന ജോൺ? ഫുർഫുറി നഗറിൽ നിന്ന് പുറത്തു പോവാനാണെങ്കിൽ ആദ്യം നീയാണ് പുറത്തു പോവേണ്ടത്. മോട്ടു പത്ലു, എല്ലാം കാലത്തിന്റെ കളികളല്ലേ. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. എന്റെ ഈ മാഗ്നറ്റിക് ബോൾ നിങ്ങളെ രണ്ടുപേരെയും ഈ ഫുർഫുറി നഗരം വിട്ട് അയക്കാൻ പോവുകയാണ്. അല്ല, ഈ ചെറിയ ബോള് ഞങ്ങൾ എന്ത് ചെയ്യാനാ? വരാൻ പറയടോ നിന്റെ ബോളിനോട്. അതിനടുത്ത് നിന്റെ അടുത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന കണ്ടോ? അങ്ങനെയാണോ? ആരെ വലിച്ചെറിയും നമുക്ക് ഇപ്പൊ നോക്കാം. മോട്ടു, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോണം. കാരണം ബോൾ ഒറ്റയ്ക്കല്ല, ഒരു വലിയ കല്ലുകളുടെ പടയാ കൊണ്ടുവരുന്നത്. എത്രയും പെട്ടെന്ന് ഓടിക്കോ. ഓടിക്കോ മോട്ടു പത്ലു, വേഗം ഓടിക്കോ. മോട്ടു ഓടിക്കോ. ഓടിക്കോ. മോട്ടു. ചിങ്കം സാർ, എത്രയും പെട്ടെന്ന് വരൂ. ഇവിടെ ഒരു എമർജൻസി ഉണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ ഫുർഫുറി നഗരം വിട്ട് പുറത്തയക്കാതെ ഞാൻ വിടില്ല. കാണിക്കൂ. ആ പന്ത് എവിടെയെന്ന് കാണിക്കൂ. ഒരു ചെറിയ പന്തിനെ കണ്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ പേടിച്ചോടുന്നത്? അങ്ങോട്ട് നോക്കൂ ചിങ്കം സാറേ, അതാണ് മാഗ്നറ്റിക് ബോൾ. എന്റെ അമ്മ മോട്ടുപത്ലു, നിങ്ങൾ ഈ കുഞ്ഞു പന്തിനെ കണ്ടാണ് പേടിച്ചത്. ചിങ്കം സർ, ബോൾ വളരെ ചെറുതാണ്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് നോക്കാം.
ചിങ്കം സാറെ ബൈക്ക് തിരിച്ചോളൂ. ബോളിനെ ഇങ്ങോട്ട് വിടാൻ അവൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. നോ 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 മോട്ടു നോ നോ. ഒരു പന്തിനെ കണ്ട് ഞാൻ പേടിക്കില്ല. അതങ്ങോട്ട് വരട്ടെ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. ആ പന്തിനിട്ട് ഞാൻ പറന്ന് പറപ്പിക്കും. മോട്ടു ബോൾ ഉരുണ്ട് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോ. മോട്ടുപത്രു നമ്മൾ എങ്ങോട്ട് പോണ്ട, എങ്ങോട്ട് ഓടി പോണ്ട. വൈ ഫിയർ വെൻ ചിങ്കം ഇസ് ഹിയർ? കം ഓൺ. എന്റെ അമ്മോ മോട്ടുപത്ലോ, ഇത് എന്തോന്നാത്? വേഗം വണ്ടി കയറി ഇരുന്നേ, വേഗം. എന്റെ അമ്മോ വിടില്ല ജോൺ, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ചിങ്കം സാർ, ഒരു ബോളിനെ നിങ്ങളെ കൊണ്ട് തടുക്കാനാവുന്നില്ലല്ലോ, അതും ചെറിയൊരു ബോൾ. നമുക്ക് പിന്നെ കാണാം, ഞാൻ പോട്ടെ. ഡോക്ടർ ജഡ്ക, ആ ജോണിന്റെ അടുത്തുനിന്നും അവന്റെ മാഗ്നറ്റിക് ബോളിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തു. എന്തെങ്കിലും ചെയ്യൂ. അവര് രണ്ടുപേരും ഞങ്ങളുടെ പുറകിൽ തന്നെ കൂടിയിരിക്കുകയാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പന്തിനെ കണ്ടിട്ടേ ഇല്ല. ചേട്ടാ മോട്ടു പത്ലു എന്റെ ചങ്ക എന്റെ ബ്രോ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മോട്ടു ഇപ്പൊ നീ തന്നെ എന്തെങ്കിലും ചെയ്യടാ. പത്ലു നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ഡോക്ടർ ജഡ്ക, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാലോ? ആദ്യം ആ ബോൾ ഞങ്ങളുടെ തുണിയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തന്നെ ഈ ബോൾ ഇപ്പൊ ജോണിന്റെ തുണിയിൽ ഒട്ടിപ്പിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കൂ. ചേട്ടാ പത്ലു എന്റെ ചങ്ക എന്റെ ബ്രോ, നീ തന്നതൊരു അടിപൊളിയായിട്ടുള്ള ഐഡിയ ആണ്. ഇത് പോസിബിൾ ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇതാ പിടിച്ചോളൂ. ഇതാണ് സ്വീറ്റ്. ഈ സ്വീറ്റ്സില് കുറെ അയൺ ഉണ്ട്. അതെ, എങ്ങനെയെങ്കിലും ആ ജോണിനെ ഈ സ്വീറ്റ്സ് കഴിപ്പിക്കൂ. ഈ സ്വീറ്റ്സ് കഴിച്ചതിന് ശേഷം അവന്റെ ദേഹത്തുള്ള അയൺ കണ്ടന്റ് എത്രത്തോളം അധികമാവുന്ന വെച്ചാൽ അവന്റെ പന്ത് അവന്റെ ദേഹത്ത് തന്നെ പോയി ഒട്ടിക്കളയൂ. അതിനുശേഷം ആ ബോൾ വെച്ച് അവൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവന് തന്നെ റിവേഴ്സ് ആയി പോകൂ. പൊളിച്ചടുത്തല്ലോ ഡോക്ടർ ജഡ്ക. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു മിഠായിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിങ്ങളാളൊരു പുലി തന്നെയാണ് കേട്ടാ. ജോൺ, ഇതിനെ ഒന്ന് നിർത്തൂ. ഞങ്ങള് ശരിക്കും നീയായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി വന്നതാണ്. അതെ ജോൺ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. ഇത് നോക്ക്. ചേട്ടാ എന്താ ഇത്? ഇവർ രണ്ടുപേരും ശരിക്കും എന്റെ അടുത്ത് ഫ്രണ്ട് ആവാൻ വേണ്ടി വന്നതാണോ? ഇപ്പൊ പറയൂ മോട്ടു പത്ലു, എന്താ പറയാൻ വന്നത്? ഇപ്പോൾ പറയൂ. ഞങ്ങൾക്ക് ഒരു കാര്യം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ജോൺ. അതായത് ഇവിടെ ജീവിക്കുമ്പോ നിന്നോട് ഒരിക്കലും ശത്രുത ഉണ്ടാവാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഒരു കാലത്തും നല്ലത് വരില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുക. ഞങ്ങൾ സ്വയം പുർപ്പുറി നഗർ വിട്ടിട്ട് ഇവിടുന്ന് കമൽപൂരിലേക്ക് പോവാണ്. ഇത് സത്യമാണ്. പിന്നെ ജോൺ, അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വെച്ച് മറക്കുവാൻ വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ ഈ സ്വീറ്റ് ബോക്സ് കൊണ്ടുവന്നത്. ഒക്കെ മറന്ന് മാപ്പാക്കണം. വാ തുറക്ക് ജോണ്, സ്വീറ്റ് കഴിക്കൂ. നമ്പർ 1 നമ്പർ 2 നിങ്ങളും കഴിക്കേ. ഇപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ഒരു വഴിക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ജോണിന്റെ ശക്തിക്ക് മുന്നിൽ തല കുനിഞ്ഞു നിൽക്കുകയാണോ? ഇനി നിങ്ങൾ കമൽപൂരിൽ സ്വസ്ഥമായിരിക്കൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉപകാരം വേണമെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് പറഞ്ഞാൽ മതി. ശരി ജോൺ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ കാണാൻ വന്നോ ജോൺ. കാരണം എപ്പോഴും ഞങ്ങൾ നിന്നെ ഫുർഫുറി നഗറിലേക്ക് സ്വാഗതം ചെയ്യും. നീ എന്താ പറയുന്നത്? ഫുർഫുറി നഗറിൽ ഇരിക്കാൻ പോകുന്നത് ഞാനാണ്. നിങ്ങൾ രണ്ടുപേരാണ് കമൽപൂരിലേക്ക് പോകാൻ പോകുന്നത്. ജോൺ, ഞങ്ങളല്ല. ശരിക്കും ഫുർഫുറി നഗരം വിട്ട് കമൽപൂരിലേക്ക് പോകുന്നത് നീയാണ്. ഇതെന്താണ് ഗെയിം? ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവർ രണ്ടുപേർക്കും എന്ത് സംഭവിച്ചു? അവർ അനങ്ങുന്നില്ലല്ലോ. എന്താണിത്? എന്റെ ബോൾ എന്റെ ദേഹത്ത് തന്നെ വന്ന് ഒട്ടുന്നത്. ഓഹോ, എന്താ ഇത് ഇങ്ങനെ? ബോസ്, എനിക്ക് തോന്നുന്നത് മോട്ടു പത്തിൽ നമുക്ക് സ്വീറ്റ് തന്നില്ലേ, അതിലെന്തോ ഉണ്ടെന്നൊരു സംശയമുണ്ട്.
പ്രശ്നമില്ല. ഞാൻ ഈ ഫുർഫുരി നഗരം വിട്ട് പൊക്കോളാം. ഞാൻ സറണ്ടർ ആയിക്കോളാം സാർ. Watch India's largest kids library only on Geo Hotstar. Download the app now.